ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ ഹോം ടൗൺ ആയിട്ടുള്ള പെരിന്തൽമണ്ണയിലാണ്. പെരിന്തൽമണ്ണയിലെ ഈ ലൊക്കേഷനുകൾക്ക് ചിലവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പെരിന്തൽമണ്ണയിലെ പഴയ ബസ് സ്റ്റാൻഡാണ്. ഇപ്പോൾ ഇവിടെ ഒരു കോംപ്ലക്സ് ആണ്. ഈ കോംപ്ലക്സിൻ്റെ ഒരു മുകളിലെ നിലയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഇപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണയുടെ ഒരു രാത്രി ഈ ഒരു സിഗ്നലിലുള്ള ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ്. രാത്രി മഴ പെയ്തപ്പോൾ വെറുതെ പെരുന്തൽമണ്ണയ്ക്ക് ഒരു ചെറിയ ഡ്രൈവ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പെരുന്തൽമണ്ണയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ കൺഫ്യൂഷൻ. കാരണം പെരിന്തൽമണ്ണ ഇപ്പോൾ ഫുള്ള് റെസ്റ്റോറൻ്റാണ്. നമ്മുടെ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡ് ഉണ്ടല്ലോ, ആ ബൈപ്പാസ് റോഡിന് തന്നെ ഇപ്പോൾ പറയുന്ന പേര് ഫുഡങ്ങാടി എന്നാണ്. അപ്പോൾ ഫുഡങ്ങാടിയിൽ വന്നാൽ അവിടെ ചില്ലീസ് ഉണ്ട്, മസാലി, പേൾ ലഗൂൺ, ക്ലബ് ഡെയിൻ, ബാരിസ്റ്റ, അങ്ങനെ കുറേ ഹോട്ടലുണ്ട്. പിന്നെ ഇപ്പുറത്തെ റോഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫുഡ് സ്റ്റോറീസ്, ഗോൾഡൻ, പിന്നെ നമ്മളെ പട്ടാമ്പി റോഡ് വേണമെങ്കിൽ നെഹദി, അങ്ങനെ പല ഏത് ഓപ്ഷനിലെ ഫുഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിലും പെരിന്തൽമണ്ണ നമുക്ക് കിട്ടും. അങ്ങനെ നൈറ്റ് ലൈഫിൽ അവർ അത്യാവശ്യം സജീവമായിട്ടുള്ളൊരു ടൗണാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ. എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ടൗണുകളെ കമ്പയർ ചെയ്തുകൊണ്ട്, ഞാൻ പെരിന്തൽമണ്ണക്കാരനായതുകൊണ്ട് പറയണതല്ല, നമുക്ക് നമ്മളുടെ ഒരു ഹോം ടൗൺ എന്താണെന്നുണ്ടെങ്കിലും നല്ല പ്രിയപ്പെട്ടതായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ബാക്കി പെരിന്തൽമണ്ണയിലൊരു ടൗണുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പെരിന്തൽമണ്ണ അത്യാവശ്യം നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയുള്ളൊരു ടൗണാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എവിടുന്ന് ഫുഡ് കഴിക്കുന്നൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ നമുക്ക് ഒന്നിങ്ങനെ കറങ്ങി വെക്കാം, എന്നിട്ട് ലാസ്റ്റ് ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാം. പിന്നെ പെരിന്തൽമണ്ണയിൽ രാത്രി കാഴ്ചകളും സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. 9 മണിയായിട്ടുള്ളൂ. റെസ്റ്റോറൻ്റൊക്കെ ക്ലോസ് ചെയ്യാൻ ഇനിയും കുറേ ടൈമുള്ളതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഈ ബൈപ്പാസ് ജംഗ്ഷനിൽ തന്നെ കണ്ട ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു സ്പോർട്സ് ഷോപ്പ് കയറി. ഇവിടുന്ന് മോനക്കൊരു ജേഴ്സി എടുക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. ഫസ്റ്റ് നമ്മൾ മെസ്സിയുടെ ഒരു ജേഴ്സി നോക്കി, ഇൻ്റർ മിയാമിയുടെ. ഇനി അത് വേണ്ട, കുറച്ചും കൂടി ഒരു ന്യൂജൻ പ്ലെയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാഴ്സലോണയുടെ പെഡ്രയുടെ ജേഴ്സിയാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഈ ജേഴ്സിയൊക്കെ മേടിച്ച് നമ്മൾ വീണ്ടും ഈ ബൈപ്പാസിലെ ജംഗ്ഷനിലോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ഫുള്ള് ഹോട്ടലെല്ലാം ആക്റ്റീവാണ്. ഇതാണിപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് ഒരു കാണാൻ പറ്റുന്നൊരു കാഴ്ച. അത്യാവശ്യം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ റെസ്റ്റോറൻറ്റ് കയറാതെ പെരിന്തൽമണ്ണയുടെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ലാസ്റ്റ് റെസ്റ്റോറൻറ്റ് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഈ KSRTC സ്റ്റാൻഡിൻ്റെ ആ വഴിയിലൂടെയൊക്കെ പാലക്കാട് റോഡിനൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോയി നോക്കി. റെസ്റ്റോറൻറ്റ്സ് പോലെ തന്നെ പെരിന്തൽമണ്ണയിൽ ഏറ്റവും കൂടുതലുള്ളൊരു സംഭവമാണ് ഹോസ്പിറ്റൽസ്. അതും നല്ല മികച്ച ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന നിരവധി ഹോസ്പിറ്റൽസ് ഉണ്ട് നമ്മളുടെ ഈ ഒരു പെരിന്തൽമണ്ണ ടൗണിലായിട്ട്. ഈ ഒരു ചെറിയ ഷോപ്പ് കണ്ടോ, ഇത് പെർഫ്യൂം ഷോപ്പാണ്. സംഭവം നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയും കൂടി പെയ്തപ്പോഴേ പുള്ളിക്കാരൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നല്ലൊരു ഡിസൈനിൽ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ നല്ലൊരു സംഭവം തന്നെയാണ്. കാരണം ഈ ഒരു വഴിയിലൂടെ പാസ് ചെയ്യുന്നവരൊക്കെ ഈ ഒരു ലൈറ്റ് കാണുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഷോപ്പ് ശ്രദ്ധിക്കും. പെരിന്തൽമണ്ണ അൽസലാമ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട്, അതായത് ടുവേർഡ്സ് പാലക്കാട് പോകുമ്പോൾ കാണുന്നൊരു ഷോപ്പാണ് ഈ ഒരു ഏലക്കായ്. 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ നല്ലൊരു ആംബിയൻസും ഈവനിങ് ഒക്കെ അത്യാവശ്യം നന്നായി വന്നിരുന്ന് ചായ കുടിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ് കേട്ടത്. നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ മനൈ സ്റ്റാൻഡിൻ്റെ അടുത്താട്ടോ. ഈ മനൈ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ലുലു മാൾ വരുന്നതെന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ലുലു മാൾ തന്നെയാവും വിചാരിക്കണേ. എൻ്റെ അടുത്ത് ഇവൻ പറഞ്ഞാട്ടോ, എൻ്റെ അനിയനാണ് സഫി മോനിട്ടി, ഓൻ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് ലുലു മാൾ വരുന്നുണ്ട്, ഇവിടെ നെക്സ്റ്റ് വരുന്നുണ്ട്. നമ്മളെപ്പോഴെങ്കിലും ഒരു മാസം ഇങ്ങോട്ട് വരലുള്ളൂ. തള്ളാണോ എന്താണെന്ന് അറിയില്ല. ഇടയ്ക്ക് നമ്മൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണുന്നുണ്ട് ലുലു മാൾ വരുന്നുണ്ട്, നെക്സ്റ്റ് വരുന്നുണ്ടെന്നൊക്കെ. ഇത് ലുലു നെക്സ്റ്റ് വരുന്നത് ഏതാണെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ അടുത്തായിട്ടാണ് ലുലു മാൾ വരുന്നതാണ്. നമുക്ക് നെക്സ്റ്റോ അറിയില്ല. അങ്ങനെ ഈ പാലക്കാട് റോഡിന് ഇങ്ങനെ ജസ്റ്റ് പോന്നിട്ട് നമ്മൾ പുന്നാകുറിശ്ശിയിൽ നിന്ന് വീണ്ടും ബൈപ്പാസ് റോഡിനടുത്ത് ബൈപ്പാസ് ജംഗ്ഷനിൽ നമ്മളെ ബിസ്മിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ബിസ്മിന്നൊരു സാധനം മേടിക്കാൻ വേണ്ടി വന്നായിരുന്നു, പക്ഷേ ബിസ്മി ക്ലോസ് ആയിട്ടുണ്ട്. ബിസ്മിയുടെ പുറത്തുള്ള കണ്ടെയ്നർ കഫേ എപ്പോഴും വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ അടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉള്ളത് വാവാസ് മാളിൽ ജാംജൂമാണ്. അപ്പോൾ ജാംജൂമിന് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ ഈ ക്ലബ് ഡൈൻ റെസ്റ്റോറൻ്റൊക്കെ വരുന്നത്. ജാംജൂമും അവർ നമ്മൾ വന്നപ്പോൾ ക്ലോസ് ചെയ്യുന്നു കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു സാധനം മാത്രമേ മേടിക്കാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി ജസ്റ്റ് ഉള്ളിൽ കയറ്റി വിട്ടു. ഉമ്മ മേടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ എക്സോടെ സോപ്പാണ്.
അത് ഈ 5 രൂപയുടെ തന്നെ വേണം. ഇവിടെ അതിൻ്റെ തന്നെ കുറച്ചുകൂടി വലിയ സൈസ് 20 രൂപയുടെ ഒക്കെ ഉണ്ട്. പക്ഷേ ഉമ്മാക്ക് 5 രൂപയുടെ 20 പീസ് വേണം. അവരുടെ ക്ലോസിങ് ടൈം ആയതുകൊണ്ട് 20 എണ്ണം കറക്റ്റ് കൗണ്ട് ചെയ്ത് എടുക്കാനൊന്നും പറ്റിയില്ല. കൈ കിട്ടിയിട്ടുള്ള അത്ര ക്വാണ്ടിറ്റി എടുത്തു. നോക്കുമ്പോൾ 16 പീസ് ഉണ്ട്. അത് ബില്ല് ചെയ്ത് ജാംജുമെന്ന് പുറത്തിറങ്ങി ഇനി നമ്മൾ നേരെ ബൈപ്പാസിൻ്റെ ജംഗ്ഷനിൽ തന്നെ പോവാണ്. അവിടുന്ന് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്കാണ് നമ്മളുടെ മോസി അതുപോലെ ഫ്രൂട്ട് ബേ ഒക്കെ ഉള്ളത്. എവിടുന്ന ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് TNT പോയാലെന്നാ? അവിടെ എന്താ സ്പെഷ്യല്? സ്പെഷ്യല് ഷവായ. ഇവൻ പറയുന്നത് ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളത് TNTയിലെ ഷവായാണെന്നാണ്. അപ്പോൾ എന്തായാലും അത് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ നമ്മൾ TNTയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല തിരക്കുണ്ട്. പുറത്ത് 2 മെഷീനിൽ അങ്ങനെ ചിക്കൻ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ അടുത്ത് തള്ളി മറിച്ചിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഷവായി വിൽക്കുന്നത് TNT ആണെന്നാണ് കേട്ടോ. സംഭവം എന്താണെന്ന് അറിയില്ല. ഇവിടെ എന്ത് ഷവായോ നല്ല സ്പെഷ്യൽ സാധനം തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഭയങ്കര തിരക്കാണ്. താഴെ സീറ്റിംഗ് ഒക്കെ ഫുള്ളാണ്. അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. മുകളിലോട്ട് കയറി ഇവിടെ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ടേബിളിൽ ഇരുന്നിട്ട് നമ്മളൊരു ഹാഫ് ഷവായി ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓർഡർ ചെയ്തൊരു മാക്സിമം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവർ സാധനം സെർവ് ചെയ്ത്. കാരണം താഴെ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണമല്ലോ, അത് കാരണമാവാം അവർ പെട്ടെന്ന് സെർവ് ചെയ്ത്. ഇതവർ ഷവായി സെർവ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഒരു ഗ്രീൻ മാംഗോ സാലഡ് ഉണ്ട്, പിന്നെ ഒരു 2 പീസ് കുബൂസും ഉണ്ട്. അങ്ങനെ പെരിന്തൽമണ്ണ പോയി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. കൂടെ അനിയ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു പെരിന്തൽമണ്ണയിലെ ഏറ്റവും ട്രെൻഡിങ് ഫുഡ് ഇപ്പോൾ ഉള്ളത് TNTയിലെ ഷവായി ആണെന്നാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് കയറി ട്രൈ ചെയ്തു. സംഭവം കുഴപ്പമില്ല. അവൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്ന സലാഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണയിലോട്ട് വന്നത് എവിടുന്നെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കണം. പിന്നെ ജസ്റ്റ് മഴയൊക്കെ പെയ്തത് കാരണം പെരിന്തൽമണ്ണയിൽ നൈറ്റിലെ കാഴ്ചകൾ, നൈറ്റ് ലൈഫ് എങ്ങനെ ഉണ്ട് എന്നുള്ളൊരു സംഭവം നിങ്ങളെ മുമ്പിലൊന്ന് കാണിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് വന്നത്. നമ്മളിന്ന് ഈ ഒരു കണ്ടിട്ടുള്ള സംഭവം മാത്രമൊന്നല്ല പെരിന്തൽമണ്ണയുടെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. കാരണം പെരിന്തൽമണ്ണ സൂപ്പറാണ്. നമ്മൾ ജസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് 1-2 റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങളല്ല കണ്ടുള്ളൂ. ഷോപ്പിങ്ങും കാര്യങ്ങളും അങ്ങനെ സംഭവം പെരിന്തൽമണ്ണ കളറാണ് രാത്രി. അപ്പോൾ പെരിന്തൽമണ്ണക്കാരായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. പെരിന്തൽമണ്ണക്കാർ മാത്രമല്ല, പക്ഷേ പെരിന്തൽമണ്ണക്കാർ സ്പെഷ്യലായിട്ടൊന്ന് കാണിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് പെരിന്തൽമണ്ണ വരുമ്പോൾ ഏത് റെസ്റ്റോറൻ്റാണ് നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാറ്, നിങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ഏതാണല്ലോ എന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.